ഓക്സിജൻ കോൺസെൻട്രേറ്റർ അഥവാ ഓക്സിജൻ മെഷീൻ എന്നത് വായുവിൽ നിന്നും ശുദ്ധമായ ഓക്സിജനെ വേർതിരിച്ച് രോഗിക്ക് നൽകുന്ന ഒരു മെഡിക്കൽ ഉപകരണം ആണ്. ശരീരത്തിലെ ഓക്സിജൻ കുറവുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്നു. ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ പ്രധാന ഭാഗങ്ങൾ: ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീൻ, ഹ്യൂമിഡിഫയർ ബോട്ടിൽ, കണക്റ്റിംഗ് ട്യൂബ്, ഓക്സിജൻ ഫ്ലോ മീറ്റർ, സ്വിച്ച് ഓൺ ബട്ടൺ, സെക്കൻഡറി ഫിൽട്ടർ, മാസ്ക് സ്റ്റോറേജ് സ്പേസ്. മെഷീൻ്റെ മുകളിൽ കാണുന്ന ഡിസ്പ്ലേയിൽ നമുക്ക് ഈ മെഷീൻ ടോട്ടൽ എത്ര മണിക്കൂറാണ് റൺ ചെയ്തത് എന്ന് കാണിക്കുന്നു. മെഷീൻ സ്ക്രീനിൻ്റെ മുകളിൽ നമുക്ക് 4 ഇൻഡിക്കേറ്ററുകൾ കാണാം. പവർ എത്തിയോ എന്നറിയാനുള്ള പവർ ഇൻഡിക്കേറ്റർ, നോർമൽ O2 ഓക്സിജൻ ലഭിക്കുന്നു എന്നറിയുന്നതിനുള്ള O2 നോർമൽ ഇൻഡിക്കേറ്റർ, ഓക്സിജൻ പ്യൂരിറ്റി കുറവാണ് ലഭിക്കുന്നത് എങ്കിൽ അത് കാണിക്കുന്ന O2 ലോ ഇൻഡിക്കേറ്റർ, ഓക്സിജൻ മെഷീന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സർവീസ് എഞ്ചിനീയറെ കോൺടാക്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നതിനുള്ള കോൾ സർവീസ് ഇൻഡിക്കേറ്റർ. മെഷീൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് മെഷീനിൽ കണക്ട് ചെയ്തിട്ടുള്ള കേബിൾ ടൈ റിമൂവ് ചെയ്യേണ്ടതാണ്. മെഷീൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന വെള്ള നിറത്തിലുള്ള 2 കേബിൾ ടൈകൾ കട്ട് ചെയ്തതിന് ശേഷം രണ്ടും വലിച്ച് പൂർണ്ണമായും മെഷീനിൽ നിന്നും ഒഴിവാക്കുക. ഓക്സിജൻ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും അതിൻ്റെ കൂടെ സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ടതാണ്. ഓക്സിജൻ മെഷീൻ്റെ പ്ലഗ് സ്റ്റെബിലൈസറിലേക്ക് കണക്ട് ചെയ്യുക. സ്റ്റെബിലൈസർ ഓണാക്കിയതിന് ശേഷം ഓക്സിജൻ മെഷീൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന സ്വിച്ച് ഓൺ ചെയ്യുക. ഓക്സിജൻ മെഷീൻ ഓണായതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അളവിലേക്ക് ഓക്സിജൻ അളവ് സെറ്റ് ചെയ്യുക. ഓക്സിജൻ മെഷീൻ്റെ മുകളിലുള്ള ഫ്ലോ മീറ്ററിൻ്റെ നോബ് തിരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഡോക്ടർ നിർദ്ദേശിച്ചത് 3 ലിറ്റർ പെർ മിനിറ്റ് 3 LPM ഓക്സിജൻ ആണ് എങ്കിൽ ഓക്സിജൻ ഫ്ലോ മീറ്ററിലെ നോബ് തിരിച്ച് ബോളിനെ 3ൻ്റെ നേരെ എത്തിക്കുക. ഇപ്പോൾ നമുക്ക് ഓക്സിജൻ മെഷീൻ്റെ ഔട്ട്പുട്ടായി 3 ലിറ്റർ പെർ മിനിറ്റ് ഓക്സിജൻ ലഭിക്കുന്നതാണ്. ഫയർ ബോട്ടിലിലേക്ക് ആവശ്യമുള്ള അളവിൽ വെള്ളം ഒഴിക്കുക. മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇടയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഹ്യൂമിഡിഫയർ ബോട്ടിലിൻ്റെ ക്യാപ്പ് ശരിയായ രൂപത്തിൽ അടക്കുക. ഹ്യൂമിഡിഫയർ ബോട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന ട്യൂബ് ഓക്സിജൻ മെഷീനുമായി കണക്ട് ചെയ്യുക. മെഷീൻ ഓൺ ചെയ്താൽ ഹ്യൂമിഡിഫയർ ബോട്ടിലിൽ കുമിളകൾ നമുക്ക് കാണാം. ഓക്സിജൻ വരുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഓക്സിജൻ കാനുല അല്ലെങ്കിൽ മാസ്കിൻ്റെ അറ്റം ഹ്യൂമിഡിഫയർ ബോട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഓക്സിജൻ കാനുല അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് രോഗിയുടെ മുഖത്ത് ഫിറ്റ് ചെയ്യുക. ഓക്സിജൻ മെഷീൻ സ്വിച്ച് ഓൺ ചെയ്ത് ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ രോഗിക്ക് ഓക്സിജൻ ലഭിക്കുന്നതാണ്. ഡെക്ക് മൗണ്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീൻ ആണിത്. 3 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കമ്പനി നമുക്ക് നൽകുന്നത്. അല്ലെങ്കിൽ 10,000 മണിക്കൂർ സിവ് ബെഡ് റണ്ണിംഗ് ടൈം വാറണ്ടി കമ്പനി നൽകുന്നു. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഈ മെഷീൻ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഈ മെഷീൻ്റെ കേരളത്തിലെ അംഗീകൃത വിതരണക്കാരാണ് കേരള ഹെൽത്ത് മാർട്ട്. ഈ മെഷീൻ ലഭിക്കുന്നതിന് കേരള ഹെൽത്ത് മാർട്ടുമായി ബന്ധപ്പെടുക.